ശാന്തമഹാസമുദ്രത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കൊച്ചു രാജ്യമാണ് നൗറു. 12,000 ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. കാസർഗോഡ് ജില്ലയുടെ അത്രയും വലിപ്പമുണ്ടാകുകയില്ല ഈ രാജ്യത്തിന്. ഏകദേശം മഞ്ചേശ്വരം ടൗണിൻ്റെ അത്രയും വലിപ്പമുണ്ടാകും. 5 കിലോമീറ്റർ നീളവും 4 കിലോമീറ്റർ വീതിയുമുള്ള ഒരു കൊച്ചു ദ്വീപാണ് ഈ രാഷ്ട്രം. പാശ്ചാത്യ ജീവിതശൈലിയുള്ള ഈ രാജ്യത്തിലെ ജനങ്ങൾ ഇംഗ്ലീഷാണ് സംസാര ഭാഷയായി ഉപയോഗിക്കുന്നത്. മിക്കവാറും എല്ലാവരും ക്രിസ്ത്യാനികളുമാണ്. തൊട്ടടുത്തുള്ള രാജ്യം 300 കിലോമീറ്റർ ദൂരെയുള്ള കിരിബാട്ടിയും 1300 കിലോമീറ്റർ ദൂരെയുള്ള സോളമൻ ഐലൻഡ്സുമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ മൂന്നാമത്തെ രാജ്യമാണ് നൗറു. വത്തിക്കാൻ സിറ്റിയും മൊണാക്കോയും കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പം കുറവുള്ളത് നൗറു രാജ്യത്തിനാണ്. പണ്ട് ജർമ്മൻകാരും ഓസ്ട്രേലിയക്കാരും ഈ രാജ്യം ഭരിച്ചിരുന്നു. പിന്നീട് ന്യൂസിലാൻഡുകാരും ബ്രിട്ടീഷുകാരും ജപ്പാൻകാരും ഇവിടെ ഭരിച്ചു. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഈ രാജ്യം ഒരു ഐക്യരാഷ്ട്രസഭയുടെ സംരക്ഷിത പ്രദേശമായി മാറി. ധാരാളം ഫോസ്ഫേറ്റ് നിക്ഷേപമുണ്ടായിരുന്ന ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും ധനികമായ രാജ്യമായി കുറേ കാലം നിലകൊണ്ടു. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരും താടിക്കാരും ബുദ്ധിജീവികളും പറഞ്ഞു, ഫോസ്ഫേറ്റ് നിക്ഷേപം അടുത്തു തന്നെ തീരാൻ പോകുന്നു, പിന്നീട് എന്ത് ചെയ്യുമെന്ന് ഇപ്പോഴേ പ്ലാൻ ചെയ്യണമെന്ന്. പക്ഷേ നൗറു ജനങ്ങൾ മൂക്കുമുട്ടെ തിന്നുകയും വയറു നിറയെ കള്ളു കുടിക്കുകയും ചെയ്ത് കറങ്ങി നടക്കുകയല്ലാതെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടാൻ തയ്യാറായില്ല. ഏതായാലും ഇപ്പോൾ ഫോസ്ഫേറ്റ് നിക്ഷേപം പൂർണ്ണമായും തീർന്നു കഴിഞ്ഞു. വേറെ യാതൊരു വരുമാനവും ഇല്ലാത്തതുകൊണ്ട് കള്ളപ്പണം സൂക്ഷിക്കുവാനുള്ള ഒരു കേന്ദ്രമായി രാജ്യത്തെ മാറ്റുവാൻ നൗറുവിലെ രാഷ്ട്രീയക്കാർ തീരുമാനിച്ചു. എങ്കിലും ശക്തമായ എതിർപ്പ് വന്നതുകൊണ്ട് അത് പ്രാവർത്തികമാക്കുവാൻ സാധിച്ചില്ല. ഇപ്പോൾ ഓസ്ട്രേലിയ കൊടുക്കുന്ന ധനസഹായം മാത്രമാണ് നൗറുവിനുള്ള ഏക വരുമാനം. ഓസ്ട്രേലിയയിലേക്ക് അനധികൃതമായി കുടിയേറുന്ന അഭയാർത്ഥികളെ നൗറു ദ്വീപിൽ പാർപ്പിക്കുന്ന ഒരു പദ്ധതി ഓസ്ട്രേലിയ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ രഹസ്യ പദ്ധതി നൗറുവിന് വലിയ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നു. എങ്കിലും അഭയാർത്ഥികളെ കപ്പലിൽ കയറ്റുമതി ചെയ്യുന്ന രീതി അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ എതിർത്തിട്ടുണ്ട്. അഭയാർത്ഥികൾക്ക് വേണ്ടി നൗറു ഉണ്ടാക്കിയ പാർപ്പിടങ്ങൾ ജയിലുകളേക്കാൾ മോശമാണെന്ന് വിദേശ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. നൗറുവിൽ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളില്ല. തീരപ്രദേശത്തുള്ള തെങ്ങുകൾ മാത്രമാണ് ആകെയുള്ള കൃഷി. ചെറിയ തോതിൽ നേന്ത്രപ്പഴവും പൈനാപ്പിളും പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. സ്വന്തമായി പട്ടാളമില്ലെങ്കിലും ഓസ്ട്രേലിയ സംരക്ഷണം ഓഫർ ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഡോളറാണ് ഈ രാജ്യത്തിലെ കറൻസി. സാമ്പത്തിക സഹായം ലഭിച്ചപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ തായ്വാനെ സപ്പോർട്ട് ചെയ്യുകയും പിന്നീട് അവർ സഹായം കൊടുക്കുന്നത് നിർത്തിയപ്പോൾ ചൈനയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു രാജ്യമാണ് നൗറു. ഇപ്പോൾ ചൈനയും തായ്വാനും നൗറുവിൻ്റെ ശത്രുക്കളായി മാറിയിട്ടുണ്ട്. 16 വർഷം മുമ്പ് കൊസവോക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭൂരിഭാഗം ലോകരാജ്യങ്ങളും അവരെ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. അപ്പോൾ നൗറു മുന്നോട്ട് വരികയും കൊസവോക്ക് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. നൗറുവിന് ഐക്യരാഷ്ട്രസഭയിൽ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് ഇത്തരം കസർത്തുകൾ നടത്തുവാൻ എളുപ്പമാണ്. അതുപോലെ റഷ്യക്കാർ ജോർജിയയുടെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് അബ്ഖാസ്യ എന്നൊരു പുതിയ രാജ്യമുണ്ടാക്കിയപ്പോൾ അതിനെ അംഗീകരിക്കുവാൻ ഒരു രാജ്യവും തയ്യാറായില്ല. പക്ഷേ നൗറു ഐക്യരാഷ്ട്രസഭയിൽ റഷ്യക്ക് അനുകൂലമായി കൈപൊക്കുകയും റഷ്യയിൽ നിന്ന് രഹസ്യമായി 50 ദശലക്ഷം അമേരിക്കൻ ഡോളർ അടിച്ചു മാറ്റുകയും ചെയ്തു. അതുപോലെ വിദേശികളിൽ നിന്ന് വലിയ തുക വാങ്ങിച്ച് പാസ്പോർട്ട് നൽകുന്ന സ്വഭാവവും നൗറുക്കാർക്കുണ്ട്. അന്താരാഷ്ട്ര കുറ്റവാളികളും നികുതി വെട്ടിപ്പുകാരും നൗറു പാസ്പോർട്ട് ഉപയോഗിച്ച് വിദേശങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട്. നൗറുവിൽ 96% സാക്ഷരതയുണ്ട്. 2 ഹൈസ്കൂളുകൾ ഇവിടെയുണ്ട്. പുരുഷന്മാർക്ക് 60 വയസ്സും സ്ത്രീകൾക്ക് 68 വയസ്സുമാണ് ശരാശരി ആയുസ്. ഇത്രയും കുറയാൻ കാരണം നൗറുവിലെ ജനങ്ങൾക്ക് ശരീരഭാരം കൂടുതലായതുകൊണ്ടാണ്. ടൈപ്പ് 2 ഡയബറ്റിക്സും ഇവിടെ കൂടുതലാണ്. പകുതി ജനങ്ങൾക്കും ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉണ്ട്. കിഡ്നി രോഗങ്ങളും ഹൃദ്രോഗങ്ങളും കൂടുതലാണ്. ഒരു വർഷം 200 ടൂറിസ്റ്റുകളെങ്കിലും നൗറു കാണാൻ വരുന്നു. പക്ഷേ ടൂറിസ്റ്റുകൾക്ക് യാത്ര ചെയ്യാൻ പ്രത്യേകമായ സൗകര്യങ്ങൾ ഇവിടെയില്ല. ഹിച്ച് ഹൈക്കിംഗ് അഥവാ മറ്റുള്ളവരുടെ കാറുകളിൽ ഫ്രീ ആയി യാത്ര ചെയ്യുക മാത്രമാണ് ഇവിടെയുള്ള ഏക ട്രാൻസ്പോർട്ടേഷൻ. ഈ ദ്വീപിൽ ആകെ ഒരു ബസ് മാത്രമേ ഓടുന്നുള്ളൂ. ദ്വീപിന് ചുറ്റുമുള്ള 19 കിലോമീറ്റർ ദൂരം ഈ ബസ് അരമണിക്കൂർ കൊണ്ട് കവർ ചെയ്യുന്നു. നൗറു ദ്വീപിലെ മെനേൻ ഹോട്ടൽ മികച്ച സീ ഫുഡ് നൽകുന്നു. കോസ്റ്റൽ ബെൽറ്റ് റോഡിലാണ് ഈ ഹോട്ടൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ദ്വീപിലെ ഏറ്റവും വലിയ ഹോട്ടലാണ് മെനേൻ ഹോട്ടൽ. 119 മുറികൾ ഇവിടെയുണ്ട്. 200 ആളുകൾക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാളും ഇവിടെയുണ്ട്. ഈ ദ്വീപിലുള്ള ഏക ബാറും ഇവിടെയാണ് ഉള്ളത്. അതുപോലെ ദ ബേ റെസ്റ്റോറൻറ്റ് മികച്ച ഫിഷ് ഡിഷസും പിസ്സയും ഇന്ത്യൻ ഫുഡും നൽകുന്നു. ഗൂഗിൾ റിവ്യൂസ് നോക്കുകയാണെങ്കിൽ ഈ ദ്വീപിലെ ഏറ്റവും മികച്ച റെസ്റ്റോറൻറ്റ് ബേ റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ കാപ്പല്ലെ ആൻഡ് പാർട്ട്ണർ ഒരു ലോഡ്ജാണ്. സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ഈ അക്കോമഡേഷൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 7 അപ്പാർട്ട്മെൻറ്റ്സും 5 റൂംസും ഇവിടെയുണ്ട്. ഒരു ദിവസത്തേക്ക് 10,000 ഇന്ത്യൻ രൂപ നിരക്കിലാണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ ഓഡൻ ആവിയോ ഹോട്ടൽ കോസ്റ്റൽ ബെൽറ്റ് റോഡിലാണ്.
കുറെ കൂടി ചെലവ് ചുരുങ്ങിയ ഈ ലോഡ്ജ് ബാക്ക് പാക്കേഴ്സിനും യൂട്യൂബേഴ്സിനും ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനാണ്. ഒരു ദിവസത്തേക്ക് 4000 ഇന്ത്യൻ രൂപ നിരക്കിൽ ഇവിടെ മുറികൾ ലഭിക്കും. 2 റെസ്റ്റോറൻറ്റ്സ് ഇവിടെയുണ്ട്. ഈ രാജ്യത്ത് ആകെ ഒരു വിദേശ എംബസി മാത്രമേ ഉള്ളൂ. അത് ഓസ്ട്രേലിയയുടേതാണ്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും ഏറ്റവും വലിയ ശത്രുവും ഓസ്ട്രേലിയ തന്നെയാണ്. നൗറു രാജ്യത്തെ ഏക വിമാനത്താവളം നൗറു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടെ നിന്നും ഓസ്ട്രേലിയയിലേക്കും ഫിജിയിലേക്കും വിമാന സർവീസ് ഉണ്ട്. എല്ലാ ദിവസവും ഫ്ലൈറ്റ് ഇല്ല. ഓണത്തിന് ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫ്ലൈറ്റ് സംക്രാന്തിക്ക് മാത്രമേ ഉള്ളൂ. ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ദേശീയ വിമാന കമ്പനിയായ നൗറു എയർലൈൻസ് ആണ്.